NSS നേതൃത്വം സമ്മർദ്ദത്തിലായിട്ടുണ്ട് എന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് NSS നേതൃത്വം ഇടേണ്ട സാഹചര്യമില്ല. ആ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാൻ ഡൽഹിയിലെ പരിപാടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ രാഷ്ട്രീയ വിജയമായി മാറുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പല തീരുമാനങ്ങളോടും എതിർപ്പുള്ള നായർ സമുദായ അംഗങ്ങൾ എല്ലാ കരയോഗങ്ങളും എടുത്തു നോക്കിയാലും അതിലുണ്ടാകും. അത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് സമുദായത്തിനകത്തു നിന്ന് തന്നെ സമുദായ അംഗങ്ങളിൽ നിന്ന് തന്നെ എതിർപ്പുയരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ആ എതിർപ്പ് കൂടുതൽ വളർത്തേണ്ടതില്ല. എന്താണോ താൻ ചെയ്തതായി ആരോപിക്കപ്പെടുന്നത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കാനായിട്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അതൊരു വിശദീകരണമാണ്, സമ്മർദ്ദത്തിലായപ്പോഴുള്ള ന്യായീകരണമാണ്. അതിനെ അങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്. നിങ്ങളാണ് എല്ലാം എന്ന് കരുതരുത് എന്ന് മുനവെച്ച് തന്നെയാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞത്. അത് കൃത്യമായ താക്കീതാണ്, മുന്നറിയിപ്പാണ്. 2011 മുതൽ ഇപ്പോൾ 6ാമത്തെ വട്ടവും ഇക്കൊല്ലം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് G. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം വരുന്നതിന് മുൻപ് NSSന് ജനറൽ സെക്രട്ടറിമാർ വേറെയും ഉണ്ടായിരുന്നു, നാരായണ പണിക്കർ അടക്കമുള്ളവർ. അവരുടെ പ്രവർത്തന രീതിയും G. സുകുമാരൻ നായരുടെ പ്രവർത്തന രീതിയും താരതമ്യം ചെയ്യുമ്പോൾ നായർ സമുദായ അംഗങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം. എല്ലാ കരയോഗങ്ങളിലും അന്വേഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഈ രണ്ടുപേരുടെയും പ്രവർത്തന രീതികൾ എങ്ങനെയായിരുന്നുവെന്ന്. അതുതന്നെയാണ് ഇപ്പോൾ BJP ആയുധമാക്കി മാറ്റുന്നതും. ഇവിടെ ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ നായർ സമുദായ അംഗങ്ങളെ എല്ലാവരെയും അങ്ങ് കൊണ്ടുപോവുക എന്നൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ ആവശ്യമില്ല. മറ്റ് ഇടങ്ങളിൽ എന്നതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നിയമസഭയിൽ 3 സീറ്റുള്ള പാർട്ടിയായി BJP വളരുന്നു എന്നുള്ളത് അത് ചെറുതായി കാണാൻ കഴിയില്ല. അതിൽ നായർ വോട്ടുകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആ വിജയത്തിൽ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നായർ സമുദായ വോട്ടുകളിൽ സ്വാധീനം ചെലുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് BJP അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായ സമുദായ അംഗങ്ങളെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക, അതാണ് അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്ട്. നേരത്തെ വേണുഗോപാലകൃഷ്ണൻ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ ദേശീയ തലത്തിൽ ഒരു ബദൽ സംവിധാനം കൊണ്ടുവരുന്നതിന്റെ തുടക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടത്. പെരുന്നയിലെ ആസ്ഥാനം മാത്രമല്ല, സമുദായത്തിന് മറ്റൊരാസ്ഥാനമുണ്ട് എന്നതാണ്. പെരുന്നയിൽ നിന്ന് ഡൽഹിയിലേക്ക് ആസ്ഥാനം, ദേശീയ തലത്തിൽ തന്നെ സമുദായ അംഗങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് അവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ പെരുന്നയിലെ നേതൃത്വത്തെ അനുസരിക്കാത്ത സമുദായത്തിലെ ആളുകളെയെല്ലാം ചേർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സുരേഷ് ഗോപി അവിടെ നടത്തിയിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സമുദായ വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം. NSSന്റെ ഔദ്യോഗിക നേതൃത്വമാണ് സമദൂരം പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ NSSന് സമദൂരമല്ല, കൃത്യമായി അവർ UDFനോട് ചേർന്ന് നിൽക്കുന്ന ശരിദൂരം എടുക്കാറുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും താക്കോൽ സ്ഥാനം ആവശ്യപ്പെടാറുണ്ട്. അതടക്കം നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ള കാര്യവുമാണ്. അപ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് SNDPയുടെ നേതൃത്വം എന്നാൽ വെള്ളാപ്പള്ളിയിൽ കേന്ദ്രീകൃതമാണ്, അതുപോലെ NSSന്റെ നേതൃത്വം എന്നാൽ G. സുകുമാരൻ നായരിൽ കേന്ദ്രീകൃതമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ എതിർപ്പുകൾ വരുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായേക്കാം, തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും CV ആനന്ദബോസും പെരുന്നയ്ക്കെതിരെ ഒന്നിച്ചു തൊടുത്ത അമ്പുകൾ അത് വ്യക്തിപരമായ അമർഷമായി ഞാൻ കാണുന്നതേയില്ല. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള BJPയുടെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. കാരണം G. സുകുമാരൻ നായരുടെ കടുംപിടുത്തങ്ങളെ, സമദൂര നിലപാടിനെ, അതിനെയൊക്കെ ഒരു പൊതുവേദിയിൽ പരസ്യമായി ചോദ്യം ചെയ്യുന്നത് അത് സമുദായ അംഗങ്ങളിലേക്ക് ഈ വിഷയം കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയാണ്. സംഘടനയുടെ ഔദ്യോഗിക നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന ആദ്യവാദത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. അതുതന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. അതിലവർ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. പെരുന്നയിൽ നിന്നുള്ള മറുപടി നൽകുന്ന സൂചന അത് തന്നെയാണ്. ഇനിയിപ്പോൾ സമുദായത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വോട്ടർമാരിലേക്ക് നേരിട്ടിറങ്ങുക, അത് ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് BJP ഇപ്പോൾ പോകുന്നത്. സ്വയം ശുദ്ധീകരണം എന്ന് സുരേഷ് ഗോപി വെറുതെ പറഞ്ഞതല്ല, അത് നേതൃമാറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. ഡോഗ് സ്ക്വാഡ് പരിശോധന എന്നുള്ളത് NSSന്റെ ആസ്ഥാനത്ത് പ്രഖ്യാപിതമായി തന്നെ അവർ പറഞ്ഞിട്ടുള്ള, അത് വിലക്കുന്നത് ഒരു പ്രോട്ടോകോളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ S. വിജയകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ VIPകളും VVIPകളും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ഒക്കെ വരുമ്പോൾ കൃത്യമായി ആ പരിശോധനകൾ നടക്കാറുണ്ട്. അതവിടെ ശ്രീകോവിലിന് അശുദ്ധിയുണ്ടാകുന്ന രീതിയിലല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭന്റെ സമാധി ഇരിക്കുന്ന ഭാഗം, അവിടെ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന നടത്തുമ്പോൾ അത് കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം, ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. കാരണം അവിടെ ഇതാണ് മന്നം സമാധിയാണെന്ന് അറിയാത്ത ആളുകളല്ലല്ലോ അവിടെ വന്ന് സുരക്ഷാ പരിശോധന നടത്തുന്നത്. അപ്പോൾ സമുദായ നേതൃത്വം എടുക്കുന്ന ചില നിലപാടുകൾ അത് വിശദീകരിച്ചെടുക്കാൻ അവർക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഭാഗമായുള്ള പരിശോധനകളെ ആചാര ലംഘനമാക്കി കാട്ടേണ്ടതില്ല. കാരണം
ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ശ്രീകോവിലിന് തൊട്ടു മുന്നിൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന നടപ്പന്തലിൽ പാതയിൽ ഒക്കെ ഡോഗ് സ്ക്വാഡിനെയും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ കയറ്റിയുള്ള പരിശോധനകൾ നടത്തുന്നത് ആ വരുന്നയാളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണ്. അതല്ലാതെ വിഗ്രഹത്തെ അല്ലെങ്കിൽ ശ്രീകോവിലിനെ അശുദ്ധമാക്കാനല്ല. അതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയല്ലേ പെരുന്നയിലുള്ളത്. ജി സുകുമാരൻ നായർക്ക് എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല? അവിടെ ആചാര ലംഘനം എന്നുള്ള തിട്ടൂരമിറക്കിയാൽ അത് വിലപ്പോകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. സമദൂര രാഷ്ട്രീയ നിലപാട് BJP-യോടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും ജി സുകുമാരൻ നായർ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി നമ്മൾ കാണുന്നില്ല. രാജീവ് ചന്ദ്രശേഖരനോട് അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളോടൊക്കെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാം. പക്ഷേ പൊതുവെ അങ്ങനെ ഒരു ശൈലിയില്ല. BJP-ക്ക് ഒരു രീതി, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റൊരു രീതി. അതാണ് NSSന്റെ സോക്കോൾഡ് സമദൂരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് ഒരു രാഷ്ട്രീയമായി തന്നെ നടക്കുന്ന ഒരു നീക്കമാണ്. അതിനെ പ്രതിരോധിക്കാൻ ജി സുകുമാരൻ നായർക്ക് കഴിയുമോ അതോ അദ്ദേഹം സമ്മർദ്ദത്തിലായി പോകുമോ എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത്. എന്തായാലും നായർ സമുദായ അംഗങ്ങൾ ബഹുമാനിക്കുന്നത് മന്നത്ത് ആചാര്യനെയാണ്, അല്ലാതെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ അല്ല എന്നത് ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു ആശയം എത്തിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് അദ്ദേഹം തിരിച്ചറിയണം. തിരുത്തേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളിലുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറായാൽ നല്ലതാണ് എന്നതാണ് എന്റെ അഭിപ്രായം. Big TV, without fear or favor.